ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയമണ്ട് പെയിൻറ്റിംഗ് ആണ്, അഥവാ മുത്തും കൊണ്ടുള്ള പെയിൻറ്റിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് കാണുക, ലൈക്ക് കൂടെ ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ ഇത് ഫുള്ളും ഞങ്ങൾ പകുതിയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത് തീരുമ്പോൾ ഇവിടെ ഞങ്ങൾ കട്ട് ചെയ്യുക. ഫ്രെയിം ചെയ്യേണ്ടവർക്ക് ഫ്രെയിമും ചെയ്യാം, ഒട്ടിച്ച് വെക്കേണ്ടവർക്ക് ഒട്ടിച്ചും വെക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ 9 അടിക്കാൻ പോകുന്നത്. ഇങ്ങനെ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോകും, വേറെ എവിടെയെങ്കിലും പോകും. നമ്മൾക്ക് അടിച്ചടിച്ച് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നമ്മൾക്കറിയാം, അല്ലെങ്കിൽ നേരെ അങ്ങ് പോവും. ഫൈനൽ ലുക്ക് ഉറപ്പായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, വേറെ ആയിരിക്കും മിക്കവാറും. ഇന്നുകൊണ്ട് ഇത് തീർക്കണം, കാരണം എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട്. അവൻ ഫുള്ളും കൊളാക്കാനും ചാൻസ് ഉണ്ട്. ചുമന്നത് ഇങ്ങനെ എടുത്ത് പതുക്കെ അങ്ങ് വെക്കുക. അപ്പോഴാണ് ഇത്. ഇവിടെ ലെറ്ററുണ്ട്, അതിനകത്ത് ഇന്നത്തും കാണിക്കും ലെറ്റർ. അതനുസരിച്ചാണ് ഇത് വെക്കേണ്ടത്. ഇതാണ് 9 മുഴുവനും. കണ്ടോ, ഇത് എ, ഇതും എ, ഇതും 9ഉം 2ഉം. ഇങ്ങനെ അനുസരിച്ചാണ് ഇത് വെക്കേണ്ടത്. നിങ്ങൾ പറയുന്നതാണെങ്കിൽ, നിങ്ങൾ എവിടുന്നാ മേടിക്കണ്ടേന്ന് പറയുവാണെങ്കിൽ, എവിടുന്നാ മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആമസോണിൽ നിന്നൊക്കെ കിട്ടും, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ആമസോണിൽ നിന്നൊക്കെ. ഈ നീല 5. ഇതൊരു മൂങ്ങയാണ്, മൂങ്ങ. കണ്ട അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഒരു ആനയും ഉണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇല്ല, അതിന് ഞാൻ ക്ഷമിക്കുന്നു. നമ്മൾ ഒരു സൈഡിൽ തീരാറായി. ഇനി ഒരെണ്ണം കൂടെ വെച്ച് ഈ സൈഡ് ഫുള്ളും തീരും. തീർന്നു. ഇനി അടുത്ത സൈഡാണ്. അതുവരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. 3, 2, 1 ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 4 ഇവിടെ പകുതി ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അത് കുറേ നോക്കിയിട്ടും പറഞ്ഞു പോവായിരുന്നു. അതായിരുന്നു നിങ്ങളെ കാണിക്കുന്നത്. കയ്യിലൊട്ടാൻ ചാൻസ് ഉണ്ട് ഇത് എടുക്കുമ്പോൾ. ഇങ്ങനൊരു പശയുണ്ട്. ആ പശ നമ്മൾക്ക് വേറെ ഒരു പേനയിൽ എടുത്താലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഇങ്ക് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഞാൻ വീണ്ടും പറയാം, ഇത് ക്ഷമയുള്ളവർക്കേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പാടാണ്. ഇത് ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും അവർക്കൊക്കെ. നമ്മുടെ കയ്യിലൊന്ന് ചെറുതായിട്ട് ഇത് ഒട്ടിയായിരുന്നു, അത് മാറ്റുമായിരുന്നു. നമ്മൾക്ക് ഇത് ഇവിടുത്തെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വിളിക്കാം. 3, 2, 1 അങ്ങനെ ചെയ്ത കുറച്ചായിട്ടുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇത് കയ്യിലൊട്ടിയ പശ പോവും. വീണ്ടും റിപ്പീറ്റ്. കയ്യിലൊട്ടിയ പശ കാണാൻ ചില പേര് ഇത് കേട്ടാൽ അവർക്ക് കുഞ്ഞു പിള്ളേരുണ്ട്, അവൻ്റെ അനിയന്മാർ, അവരെടുത്ത് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിക്കും. എൻ്റെ അനിയൻ അങ്ങനെ ഒട്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്
അനിയന്മാരി കാണാത്ത രീതിയിൽ ചെന്നൊട്ടിക്കണം. കൈ തൊട്ട അതിൻ്റെ പശ പോവും. ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ ഞാൻ വീണ്ടും പറയാം, ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് എന്നെ ഭിത്തിയിലൊട്ടിക്കാം, പോസ്റ്ററാക്കുമല്ല ഫ്രെയിം ചെയ്യാം. അങ്ങനെ കുറേ ഇത് എഴുതാം. ഇതൊരു മൂങ്ങ പേര് എഴുതി വെക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ആവുള്ളെന്ന് എന്നാലേ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും. നമ്മളിതിൻ്റെ ഇത് ഒട്ടിച്ച് കരിയാറായി. പലയിടത്തൊന്നും പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾക്കത് ശരിയാക്കാം. അതിൻ്റെ മുമ്പ് ഇതല്ല പ്രധാനം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി ഇവിടെ വെച്ചാൽ മതി. ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ തുടങ്ങി, ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മുഖം ഫുള്ളും കംപ്ലീറ്റ് ആയി. ഇതേ നോക്കി, ഇവിടേക്ക് ചെറുതായിട്ട് നീലയും 6ഉം 7ഉം കൊടുക്കാനുണ്ട്. ആ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൊടുക്കുന്നതായിരിക്കും. 8ഉം കൊടുക്കാനുണ്ട്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കൊടുക്കുന്നതായിരിക്കും നമ്മൾ തീർച്ചയായിട്ട്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1 ഇതിങ്ങനെ എടുക്ക. ഇതിപ്പം നമ്മളൊന്ന് ചെയ്യുന്നതാണ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഒന്നുകൂടി കാണിക്കാൻ ക്യാമറ അത് വന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ എല്ലാവർക്കും. ബൈ ബൈ. സെക്കൻഡ് എപ്പിസോഡിൽ കാണാം. അത്തൂസ് വ്ലോഗിൻ്റെ പുതിയ ചാനലിലേക്ക് നിങ്ങൾക്ക് നാളെ സ്വാഗതമുണ്ടായിരിക്കും.